ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെബ്സൈറ്റിൽ സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഇന്നലെ വൈകിട്ടോടെയാണ് SSL ഇൻസ്റ്റാൾ ചെയ്തത്. ക്ഷേത്രത്തിലെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതും SSL സുരക്ഷ ഏർപ്പെടുത്താത്തതും ജനം TV വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ജനം TV ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും KP ജനം TV ആണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെബ്സൈറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് പുറത്തുവിടുന്നതെന്ന വാർത്ത ആദ്യം ചെയ്യുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഇത്രയും സുരക്ഷാ സംവിധാനമില്ലാത്തൊരു വാർത്തയെ പറ്റി ആദ്യം പുറംലോകത്തെ അറിയിക്കുന്നത്. ആ വാർത്തയിലാണ് ഇപ്പോൾ ജനം TVക്ക് ഒരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ സെക്യൂരിറ്റി സർവീസ് ലെയർ സിസ്റ്റം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട ഒരു പ്രദേശമാണ്. നമുക്കറിയാം, അത് ഈ ഡ്രോൺ പറത്തുന്നതിനുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഈ വെബ്സൈറ്റിൽ SSL സുരക്ഷ ഇല്ല എന്ന് പറയുന്നത് അത് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. കാരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ ഒരു ദിവസം വന്നു പോകുന്നത് 1 ലക്ഷത്തിലധികം ആളുകളാണ്. അതിൽ ഭൂരിഭാഗവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംസ്ഥാനത്തു നിന്നുൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ, ആഭ്യന്തര വിനോദസഞ്ചാരികളും അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികളൊക്കെ വന്നു പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ്, ഏറ്റവും കൂടുതൽ വഴിപാടുകൾ നടത്തുന്ന ക്ഷേത്രമാണ്. അപ്പോൾ നമുക്കറിയാം, വർത്തമാന കാലത്തിൽ ഗൂഗിൾ പേ, ഗൂഗിൾ സ്കാൻ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പേയ്മെൻറ്റ് ഉൾപ്പെടെ നടക്കുന്നത്. നമുക്കൊരു പേയ്മെൻറ്റ് സംവിധാനമൊക്കെ നടക്കുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ വരെ ഹാക്ക് ചെയ്യാനുള്ള രീതിയിൽ അത്രയും സുരക്ഷിതത്വമില്ലാതെയാണ് വെബ്സൈറ്റ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ വന്ന് ഇത്തരത്തിൽ സ്കാൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ പണവും മറ്റും ഒക്കെ ഇത്തരത്തിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ സുരക്ഷിതത്വമില്ലാതെയായിരുന്നു ആ വെബ്സൈറ്റ് തുടർന്നിരുന്നത്. ജനം TV നിരന്തരം ഇതേ സംബന്ധിച്ച് വാർത്ത കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് വെബ്സൈറ്റിൽ SSL സുരക്ഷ ഏർപ്പെടുത്തിയത്. സെക്യൂരിറ്റി സർവീസ് ലെവൽ സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ അത് കുറച്ചുകൂടി അപ്ഗ്രേഡായിട്ട് പ്രവർത്തിക്കുകയും മറ്റ് വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കാനും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിവരങ്ങൾ അത്രയും സെക്യൂറായി സൂക്ഷിക്കാനും സാധിക്കും. എന്തായാലും ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. KP ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.